മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റുന്നത്, കർത്താവായ യേശുക്രിസ്തു അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ഹല്ലേലൂയ. അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ട് പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്നും നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയാൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ് ഹല്ലേലൂയ നമുക്ക് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ വാക്യം എടുത്തതിൻ്റെ കാരണം, ഹല്ലേലൂയ, ഇവിടെ 1-2 കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. എന്നാൽ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പലരുടെയും ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, നിങ്ങളിൽ അഭിഷേകമുണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളിൽ അഭിഷേകം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ അഭിഷേകം നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ കൃപ നിങ്ങളിൽ നിന്നും വീണുപോയോ? ഹല്ലേലൂയ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചോദ്യങ്ങളും പലരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ പറഞ്ഞ വാക്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ആത്മാവ് വന്നതിന് ശേഷമല്ല ഹല്ലേലൂയ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ ചർച്ചിൽ വന്നു കഴിഞ്ഞ് ഹല്ലേലൂയ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നവരോടും പലരോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, അഭിഷേകം നിന്റെ മേൽ വന്നതുകൊണ്ടാണ് നിന്റെ മേൽ ആത്മാവ് വന്നത്. ഹല്ലേലൂയ. അഭിഷേകം എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും, ഹല്ലേലൂയ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പീഡിക്കപ്പെട്ടവർക്ക് എന്ന് പറയുമ്പോൾ, കുരുട്ട് കണ്ണുകളെ തുറക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ജന്മനായ അന്ധനെയോ ഹല്ലേലൂയ ഈ മാനുഷികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരെ കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അതായിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇവിടെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആത്മീക മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ സ്വയം പീഡിപ്പിക്കപ്പെടുന്നവർ, ഹല്ലേലൂയ, നമ്മിൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുരുട്ട് കണ്ണുകളെ തുറക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളല്ല, ബാഹ്യമായ കണ്ണല്ല, ഹല്ലേലൂയ നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ്, നമ്മുടെ സ്പിരിച്വൽ ഐ, ഹല്ലേലൂയ, ഒരു മനുഷ്യനാൽ തുറക്കപ്പെടാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ കണ്ണ്, ഹല്ലേലൂയ, അത് ദൈവത്താൽ തുറന്നു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്,
കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ ഹല്ലേലൂയ നിന്റെ ആത്മാവിൻ്റെ കണ്ണുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന അവകാശങ്ങളെ കാണുവാൻ, ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ചില ദൈവിക വഴികളെ കാണുവാൻ, ഹല്ലേലൂയ അതിനെ തിരിച്ചറിയുവാൻ, അതിനെ അറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങളുടെ ബാഹ്യമായ കണ്ണും ചെവിയും തുറന്നിരുന്നാൽ പോരാ. ഹല്ലേലൂയ നിന്റെ ആത്മാവിൻ്റെ കണ്ണ്, നിന്റെ ആത്മാവിൻ്റെ ചെവി അത് തുറക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ അത് തുറക്കാതിരിക്കുന്നതാണ് ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ദൈവികമായ മഹത്വത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. ഹല്ലേലൂയ ആ വഴിയെ തിരിച്ചറിയുവാനും ഹല്ലേലൂയ അതിനെ കാണുവാനും തക്കവണ്ണം നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഹല്ലേലൂയ പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഹല്ലേലൂയ പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയാൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയാൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകമുള്ളവരാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ വേദപുസ്തകം ഇല്ലാത്തവരുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന പുസ്തകം ഹല്ലേലൂയ അത് ലോഗോസ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ എന്നാൽ എഴുതപ്പെട്ട വചനം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ വാ കൊണ്ട് അത് പ്രസ്താവിക്കുമ്പോഴാണ് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇന്ന് ഹല്ലേലൂയ നിങ്ങൾ എന്നിൽ നിന്നും കേട്ട വചനം നിമിത്തം ഹല്ലേലൂയ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ നിങ്ങൾ കേട്ട ദൈവിക മറുപടികൾ, ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രവചനം, ഏറ്റവും കുറിച്ചുള്ള എല്ലാ അവകാശങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ ഈ സത്യവേദ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പുസ്തകത്തിനകത്തിരിക്കുന്ന എല്ലാ വചനങ്ങളും ഹല്ലേലൂയ നിങ്ങൾ വാ കൊണ്ട് പ്രസ്താവിക്കുമ്പോൾ, ഹല്ലേലൂയ ഈ തിരുവെഴുത്തെടുത്ത് നിങ്ങൾ വിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ വിശ്വാസത്തോടെ നിങ്ങൾ അത് പ്രഖ്യാപിക്കുമ്പോൾ, ഹല്ലേലൂയ ഇവിടെ പറയുന്നു ഹല്ലേലൂയ നിങ്ങൾ കേട്ട വർഷം, ഹല്ലേലൂയ നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിന് തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഏത് വർഷം നിങ്ങൾ കേട്ടു എന്നുള്ളതല്ല. ഹല്ലേലൂയ 10, 15, 20 വർഷമായിട്ട് ഹല്ലേലൂയ നമ്മൾ തിരുവചനം വായിക്കുകയും ഹല്ലേലൂയ നമ്മൾ ധ്യാനിക്കുകയും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നൊക്കെ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ദൈവവചനം റെഫർ ചെയ്യാറൊക്കെയുണ്ട്. ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഹല്ലേലൂയ 61-ാം അധ്യായത്തിനകത്തും ഹല്ലേലൂയ 60-ാം അധ്യായത്തിനകത്തൊക്കെ നമുക്ക് ഹല്ലേലൂയ കാണുന്ന പല നിലവാരത്തിലുള്ള വാക്യങ്ങളാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ ആ വാക്യങ്ങൾ എടുത്ത് ഹല്ലേലൂയ കർത്താവ് അത് സംസാരിച്ചപ്പോൾ, ഹല്ലേലൂയ അധികാരത്തോടെ സംസാരിച്ചപ്പോൾ, ഹല്ലേലൂയ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മുമ്പ് ഹല്ലേലൂയ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ അപ്പോൾ പുസ്തകം നമ്മുടെ കയ്യിൽ ഉള്ളതല്ല അനുഗ്രഹം, പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്ന വചനം എപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ തുടങ്ങുന്നുവോ, ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെതാണെന്നുള്ള ഉറപ്പുണ്ട് എങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തോടും ധൈര്യത്തോടും ഉറപ്പോടും കൂടെ ഹല്ലേലൂയ നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയോട് ഹല്ലേലൂയ പോയി കടലിൽ വീഴാൻ പറയുമ്പോൾ, ഹല്ലേലൂയ അത് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ അവൻ എങ്ങനെയാണ് ധൈര്യത്തോടെ സംസാരിക്കുന്നതെന്ന് പലരും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ ഇവൻ ആരാണ് ഈ അധികാരം കൊടുത്തത്? ഹല്ലേലൂയ ഇവൻ എന്താ ഇത്ര ഉറപ്പ്? കാരണം കർത്താവിന്റെ ഉറപ്പ് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ ഇത് മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വചനമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പ്രഭു ഹല്ലേലൂയ എന്നോട് സംസാരിക്കുന്ന ഒരു വചനമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരം എടുത്തിരിക്കുന്ന, സകലത്തിന്റെ മേൽ വാഴുന്ന ഹല്ലേലൂയ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ പിതാവിന്റെ വചനമാണ് ഹല്ലേലൂയ ഞാൻ ഈ ലോകത്തോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെ ആ ലോകത്തോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ വചനം
വചനമാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനമാണ്, ദൈവ ശബ്ദമാണ്. ഹല്ലേലൂയ, ആ ശബ്ദമാണ് ഹല്ലേലൂയ നിങ്ങൾ സംസാരിക്കുന്നതെന്നുള്ള ആ ഉറപ്പോടുകൂടെ, ആ ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ആ വചനം അത് നിവൃത്തിയാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. ഹല്ലേലൂയ, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ പള്ളിയിൽ ഇരുന്നവരുടെ ഒക്കെയും കണ്ണ് അവങ്കൽ നിന്ന് പതിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം? ഹല്ലേലൂയ, കാരണം ഇത്രയും ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്തത്, ഒരു മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിനും വിപരീതമായിട്ട് ഹല്ലേലൂയ ഒരു ദൈവ ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ, ഈ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഹല്ലേലൂയ അവൻ സംസാരിക്കുന്നത് വളരെ ധൈര്യത്തോടാണ്, വളരെ ഉറപ്പോടുകൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ സംസാരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം ഇത്ര ധൈര്യത്തോടു കൂടെ പ്രസ്താവിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ വചനം നിന്റെ മുമ്പിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്, നിങ്ങളുടെ മുമ്പിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം സൃഷ്ടിക്കപ്പെടുന്നതാണ്. വചനം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, തൻ്റെ വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഇല്ലാത്തതിനെ നോക്കി നിങ്ങൾ പ്രവചിക്കുക, ഇല്ലാത്തതിനെ നോക്കി നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ, കാരണം വചനം എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ആണ്. ഹല്ലേലൂയ, അതിന് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്നതാണെന്ന് ഹല്ലേലൂയ ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകൻ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ശുശ്രൂഷക്കാരാണ് യേശുവിന്റെ കയ്യിലേക്ക് ആ പുസ്തകം കൊടുത്തത്. ഹല്ലേലൂയ, അവർ ആ പുസ്തകവും ചുമന്നുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ, കൂടെ ഇരുന്നവരും ഹല്ലേലൂയ സകല മനുഷ്യരും ഹല്ലേലൂയ അവരുടെ കയ്യിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും കൊണ്ട് ഹല്ലേലൂയ അവർ ചുമന്നുകൊണ്ട് നടക്കുക. പക്ഷേ ആ പുസ്തകം എടുത്ത് കർത്താവ് അത് സംസാരിക്കാൻ തുടങ്ങി. നീ പുസ്തകം എടുത്ത് വായിക്കുന്നതിനേക്കാൾ ശക്തമാണ് ഹല്ലേലൂയ നീ ആ പുസ്തകം എടുത്ത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ആ പുസ്തകം എടുത്ത് ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നത്. എന്ന് നിങ്ങൾ പ്രസ്താവിക്കാൻ തുടങ്ങുന്നുവോ ഹല്ലേലൂയ ആ വചനം നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ നിവൃത്തിയായി മാറും. ഹല്ലേലൂയ, ആ വചനത്തിന്റെ സകല മഹത്വം ഹല്ലേലൂയ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഈ വചനം ഹല്ലേലൂയ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സകല മഹത്വം ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.